ദേശീയ ഗെയിംസിലെ മെഡൽ നേട്ടത്തിൽ സന്തോഷം പങ്കിട്ട സജൻ പ്രകാശ് 5 മാസക്കാലം നീന്തലിൽ നിന്ന് വിട്ടുനിൽക്കേണ്ട സാഹചര്യമുണ്ടായിരുന്നു. പരിശീലനം പുനരാരംഭിച്ചത് ജനുവരിയിലാണ്. അടുത്ത ദേശീയ ഗെയിംസിൽ കൂടുതൽ മെഡലുകൾ നേടുമെന്നും സജൻ പറഞ്ഞു. ദേശീയ ഗെയിംസിലെ മത്സരങ്ങൾ പൂർത്തിയാക്കിയ ശേഷം മീഡിയ വണിനോട് സജൻ പ്രകാശിന്റെ ആദ്യ പ്രതികരണം. നാഷണൽ ഗെയിംസ് സംബന്ധിച്ചിടത്തോളം എനിക്ക് നാഷണൽ ഗെയിംസ് ഒരു സ്പെഷ്യൽ മീറ്റാണ്, സ്പെഷ്യൽ ഗെയിംസ് ആണ്. ബിക്കോസ് ഫസ്റ്റ് 2015 എൻ്റെ ഒരു റെക്കഗ്നിഷൻ കിട്ടുന്നത് നമ്മുടെ കേരളത്തിൽ വെച്ച് നടക്കുന്ന നാഷണൽ ഗെയിംസിന്. സോ ഈ ഈ പ്രാവശ്യം ജൂണിൽ നമ്മുടെ ഒളിമ്പിക് ക്വാളിഫിക്കേഷൻ കഴിഞ്ഞ ശേഷം ഞാൻ ഒരു 5 months ബ്രേക്ക് എടുത്തായിരുന്നു സ്വിമ്മിങ്ങിൽ നിന്ന്. അതിനുശേഷം നാഷണൽ ഗെയിംസ് നടക്കുമോ ഇല്ലെങ്കിൽ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. ബട്ട് ഫൈനലി ഇറ്റ് ഹാപ്പൻഡ്. ജാനുവരി 1 ആണ് ഞാൻ പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്തത്. അതിന്റെ ഇടയ്ക്ക് അർജുന അവാർഡിന്റെ ഫംഗ്ഷനും കുറെ ട്രാവൽ ഡൽഹിയിലോട്ട് പോകേണ്ടത് വന്നായിരുന്നു. സോ ഐ മാനേജ് ടു ഗെറ്റ് ലിറ്റിൽ ബിറ്റ് ഓഫ് ട്രെയിനിങ്. ബട്ട് ഇറ്റ്സ് സ്പെഷ്യൽ. കേരളത്തിന് വേണ്ടി അഗെയിൻ 4 മെഡൽ മേടിച്ചതിന് വളരെ സന്തോഷമുണ്ട്. കുറച്ച് മെഡൽ കോൺട്രിബ്യൂഷൻ കൊടുത്തതിനും വളരെ സന്തോഷമുണ്ട്. ബട്ട് ഇറ്റ്സ് നോട്ട് ഇനഫ്. എക്സ്പെക്ടേഷൻ എപ്പോഴും കൂടുക. സോ മെഡൽ താഴ്ത്തി മേടിക്കുമ്പോൾ എല്ലാവരുടെ അടുത്തും ഒരു സങ്കടമുണ്ട്. ബട്ട് ഐ ഹോപ്പ് നെക്സ്റ്റ് ടൈം ഞാൻ നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നത്. ഞാൻ ഓൾറെഡി 3 ഏഷ്യൻ ഗെയിംസ് ചെയ്തായിരുന്നു. എല്ലാത്തിലും 5th പൊസിഷൻ ആണ് കിട്ടിയത്. സോ നെക്സ്റ്റ് ഏഷ്യൻ ഗെയിംസിൽ ഐ വാണ്ട് ടു ഡു ഇറ്റ് ബെറ്റർ. കുറെ സ്പെസിഫിക് കാര്യങ്ങൾ എൻ്റെ എക്സ്പീരിയൻസ് വെച്ചും ചെയ്യാൻ പറ്റുമോ എന്ന് കുറച്ച് ട്രൈ ചെയ്ത് നോക്കണമെന്നുണ്ട് ബിഫോർ ഐ ക്വിറ്റ് സ്വിമ്മിങ്. സോ വൺ ലാസ്റ്റ് പുഷ്, അതാണ് എൻ്റെ ഐഡിയ. പോഡിയം ഫിനിഷ് ആണ് ഞാൻ നോക്കുന്നത്. ബട്ട് ലെറ്റ്സ് സീ ഏഷ്യൻ ഗെയിംസ് ഓർ കോമൺവെൽത്ത് ഗെയിംസ് ഇനി ഫ്യൂച്ചറിൽ വരുന്നത് എന്താന്ന് നമ്മൾ കാത്തിരുന്ന് നോക്കാം. മഹേഷ് പോലൂർ തുടരുന്നുണ്ട് വിവരങ്ങൾ നൽകാൻ. മഹേഷ്, മത്സരങ്ങൾക്ക് ശേഷം സജൻ പ്രകാശിന്റെ ആദ്യ പ്രതികരണം മീഡിയ വണിനോടായിരുന്നു. 5 മാസം പരിശീലനത്തിന് ഇറങ്ങാൻ കഴിഞ്ഞില്ല എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. എങ്ങനെ വിലയിരുത്താം അദ്ദേഹത്തിന്റെ പ്രകടനങ്ങളെ? തീർച്ചയായും ഇത്തവണയും സജൻ പ്രകാശ് നമുക്ക് ഒരുപാട് മെഡലുകൾ, 4 മെഡലുകൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് നേടി. മുൻ വർഷങ്ങളിൽ കുറെ കൂടി മെഡലുകളുടെ എണ്ണം കൂടുതലുണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ അപ്രതീക്ഷിതമെന്നോണം സജൻ പ്രകാശ് ചില ഇവന്റുകളിൽ നിന്ന്, ഒരു പക്ഷേ നമ്മൾ മെഡൽ ഉറപ്പിച്ച ഇവന്റുകളിൽ നിന്ന് അദ്ദേഹം പിന്മാറുന്നത് കണ്ടു. അതിനുള്ള കാരണമാണ് അദ്ദേഹത്തോട് അഭിമുഖത്തിൽ നമ്മൾ ചോദിച്ചത്. അതിന് അദ്ദേഹം പറഞ്ഞത് സ്പോർട്സ് താരം നല്ല രീതിയിലുള്ള പരിക്കുകളും മറ്റും അലട്ടിയിരുന്നു. 5 മാസക്കാലം അദ്ദേഹത്തിന് പരിശീലനത്തിൽ നിന്ന് പൂർണ്ണമായി മാറി നിൽക്കേണ്ടി വന്നു. കഴിഞ്ഞ ജനുവരിയിലാണ്, അതായത് ഈ കഴിഞ്ഞ മാസമാണ് അദ്ദേഹം പരിശീലനം പുനരാരംഭിച്ചത്. അതിനുശേഷമാണ് ഇപ്പോൾ 4 മെഡലുകൾ, അതിലൊരു സ്വർണവും 1 വെള്ളിയും 2 വെങ്കല മെഡലും അദ്ദേഹത്തിനുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല സജൻ പ്രകാശിനെ സംബന്ധിച്ചിടത്തോളം ദേശീയ ഗെയിംസിലാകെ അദ്ദേഹത്തിൻ്റെ മെഡൽ നേട്ടം 30 മെഡലായി. അദ്ദേഹം കേരളത്തിനായി മത്സരിക്കാൻ തുടങ്ങിയതിന് ശേഷം 30 മെഡലുകൾ സജൻ പ്രകാശ് നമുക്ക് നേടിത്തന്നു. അദ്ദേഹം പറയുന്നത് എൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഏഷ്യൻ ഗെയിംസിലെ മികച്ച പ്രകടനം തന്നെയാണ്. ഏഷ്യൻ ഗെയിംസിൽ 3 തവണ അദ്ദേഹം പങ്കെടുത്തു. 3 തവണയും അദ്ദേഹത്തിന് എത്താൻ സാധിച്ചത് 5ാം സ്ഥാനത്തായിരുന്നു. അത് മുന്നോട്ടേക്ക് കൊണ്ടുവരിക, മെഡലിൽ എത്തിക്കുക എന്നുള്ളൊരു ശ്രമം സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും. അല്ല, അതിനായുള്ള ശ്രമങ്ങൾ കാര്യമായി തന്നെ നടത്തും. അതിനായി പരിശീലന മുറകളിലൊക്കെ മാറ്റം വരുത്തും. കൂടുതൽ വേഗതയാർന്ന രീതിയിൽ നീന്തൽ ഫിനിഷ് ചെയ്യാനും നീന്തി കയറാനുമുള്ള ശ്രമങ്ങൾ തൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും. ഒരു മെഡൽ പ്രതീക്ഷിക്കാം എന്നുള്ളൊരു സൂചന കൂടി സജൻ പറഞ്ഞു വെക്കുകയാണ്. അപ്പുറത്ത്